ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എല്ലാ റൈഡേഴ്സിൻ്റെയും ഡ്രീം ആണ് കാശ്മീർ അല്ലെങ്കിൽ ലഡാക്ക് പോയി വരിക എന്നുള്ളത്. അപ്പോൾ എൻ്റെയും 4 വർഷം കൊണ്ടുള്ള സ്വപ്നമാണ് കാശ്മീർ പോയി വരിക, ലഡാക്ക് പോയിട്ട് വരിക. അത് സ്വന്തം വണ്ടിയിൽ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ ഓടിപ്പോയി വരിക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്ത കുറച്ച് മാറ്റങ്ങളും അതിനുവേണ്ടി ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് റൈഡിങ് ഗിയേഴ്സ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകേണ്ട ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കംപ്ലീറ്റ് സെറ്റപ്പും ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് തന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഒരു R15 വെർഷൻ 3 ജെറി ക്യാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം സ്വന്തം ഐഡിയയാണ്. പുറത്ത് ആരും ചെയ്തത് കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. എല്ലാം സ്വന്തം ഐഡിയയിൽ എൻ്റെ ഫ്രണ്ട്സും ഞാനും ഒക്കെ ചേർന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ ജെറിക്കാൻ നമ്മൾ എല്ലാം ഓൺലൈൻ മേടിച്ചതാണ്. ഓൺലൈൻ മേടിച്ചു. പിന്നെ ഇപ്പോഴത്തെ ജെറിക്കാൻ നമുക്ക് ലോങ് ഹാളും കിട്ടുന്നുണ്ട്, ലോക്ക് സിസ്റ്റവും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും ആർക്കും ഊരി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഫ്യൂൽ ഒഴിക്കുമ്പോഴേക്കും ടാങ്കിൽ കളയുമെന്നുള്ള പേടിയും വേണ്ട. നമുക്കിതിന് ഒരു കീ ഉണ്ട്. ആ കീ വെച്ച് ലോക്ക് ഇളക്കി ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ആണ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ വൈബ്രേഷൻ വരും. ഇറക്കി ഊരി എടുക്കാവുന്നതാണ്. എടുത്തിട്ട് നമുക്ക് ഫ്യൂല് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജെറി ക്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത സെറ്റപ്പ്. ഇത് HTയുടെ ക്രാഷ് കാർഡാണ്. HTയുടെ R15 വെർഷൻ 3 ക്രാഷ് കാർഡാണ്. പിന്നെ ഇതെല്ലാം ജസ്റ്റ് അയൺ ബാർസാണ്. അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എല്ലാം സ്വന്തം ഐഡിയ ആണ്. ഇതുവരെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല. സ്വന്തം ഐഡിയയിൽ ചെയ്തതാണ്. ഇനി കൂടുതൽ പറയാനുള്ളത്, നമുക്ക് കാശ്മീർ അങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് എന്തായാലും നല്ല മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും കാണാം. അപ്പോൾ അതിന് നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ഫോഗ് ലൈറ്റ്. അത് ഡുവൽ ടോണാണ്. മഞ്ഞയും വെള്ളയും വരുന്ന രീതിയിലുള്ള 4 ഫോഗ് ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മിനി ഫോഗ് ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ലിവർ പ്രൊട്ടക്ടർ, അത് ഇപ്പം ഇതിനു വേണ്ടി സെറ്റ് ചെയ്തല്ലെങ്കിലും പഴയതാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ചാർജർ, ഇത് JB റേസിങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെൽമെറ്റ് ആക്സോറിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ യാത്രക്കിടയിലെ കമ്മ്യൂണിക്കേഷൻസ് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഇനി എടുത്ത് പറയാൻ, ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ് ഈ ഒരു കുംഭു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സാഡിൽ ബാഗ്. പക്ഷേ സാധനം കാണാനും ഉപയോഗിക്കാനും എല്ലാം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നുണ്ട്. ബാക്കിൽ റിഫ്ലക്ടേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സിബൊക്കെ വാട്ടർ പ്രൂഫിൻ്റെ സിബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് പുറത്തുകൂടെ ഇടാനുള്ള ഒരു റെയിൻ ലൈനർ കൂടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സംഭവം കൊള്ളാം. നമുക്ക് ഇവിടെയും സ്ട്രാപ്പ് വരുന്നുണ്ട്. ഈ ബാക്കിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ ഇവിടെയും സ്ട്രാപ്പ് വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് JB റേസിങ്ങിൻ്റെ 45 ലിറ്റേഴ്സിൻ്റെ ടോപ്പ് ബോട്ട്സാണ്. ഇത് ഞാൻ 2-3 റൈഡിലൊക്കെ യൂസ് ചെയ്തതുമാണ്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ ഡിഫക്റ്റ് ഒന്നും പറയാനുമില്ല, ഓക്കെയാണ്. പിന്നെ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടതാണ് ഈ ട്രാംപ്ലറിൻ്റെ ടയർ. ഈ ടയർ യൂസ് ചെയ്ത് ഞാനൊരു ആൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു 600 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പെർഫോമൻസാണ്. ടയറിൻ്റെ കാര്യത്തിൽ ഞാൻ പക്ക കോൺഫിഡൻസ് ആണ് ആ ടയറിനെ കുറിച്ച്. പിന്നെ ഫ്രണ്ടിലിട്ടിരിക്കുന്നത് മിഷലിൻ റോഡ് 5 ആണ്. അതും ഒരു രക്ഷയുമില്ലാത്ത മാരക പെർഫോമൻസ് തരുന്ന ടയേഴ്സ് തന്നെയാണ്. ഈ ബാക്കി കുറച്ച് ഗിയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാൽ, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതും പുതിയതായിട്ട് മേടിച്ചതൊക്കെ ചേർത്ത്. ഇത് സീലിൻ്റെ ഒരു റെയിൻ പാൻ്റാണ്. ഇതും ഞാനൊരു 10-200 കിലോമീറ്ററോളം റെയിനിൽ തന്നെ യൂസ് ചെയ്തു. നല്ല പെർഫോമൻസാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല.
പിന്നെ ഒരു പുതിയ ഗാഡ്ജറ്റ് പോലെയാണ് സംഭവം. നമ്മുടെ ഷൂവിനിടുന്ന കവറാണ്, പക്ഷേ ഇത് ഫുൾ സിലിക്കണാണ്. നല്ല ഗ്രിപ്പാണ് തറയിലോട്ട്. പക്ഷേ ഒരു വാട്ടർ ക്രോസിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഒരു കല്ലിലൊക്കെ ചവിട്ടിയാൽ പൊത്തു പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്നാലും ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചു. ബഡ്ജറ്റ് ഒരു 800 റുപ്പീസോളം വരുന്നൊരു സാധനമാണ്. പക്ഷേ ഞാൻ റെയിനിൽ യൂസ് ചെയ്തു. മഴയത്തൊരു സീനും ഇല്ല. പക്ഷേ ആകെ ഒരു സീൻ ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു തിക്നെസ് മാത്രമേ ഒരു ഫീൽ ആയിട്ടുള്ളൂ. കല്ലിൽ എന്തെങ്കിലും കുത്തുമ്പോൾ കീറിപ്പോകുമോ എന്നുള്ളൊരു പേടി മാത്രം. ബാക്കി ഓക്കെയാണ്, പെർഫോമൻസ് ഓക്കെ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കോർഡ സ്പ്ലാഷ് എന്ന് പറയുന്ന വാട്ടർ പ്രൂഫ് എൻ്റെ ഗ്ലൗസ്. ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കി. നല്ല മഴയത്ത് യൂസ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല, സെറ്റാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സൈഡിൽ ബാഗിൻ്റെ റെയിൻ ലൈനർ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്, നല്ല സൂപ്പർ സാധനമാണ്. നല്ല റിഫ്ലക്റ്റീവ് എന്നുള്ള നല്ല എടുത്ത് കാണിക്കുന്ന കളറും കൂടെയാണ്. അപ്പം മഴയത്തായാലും ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കായാലും സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്കായാലും നല്ല വിസിബിലിറ്റി നമ്മളെ വണ്ടിയെ കിട്ടും. പിന്നെ ഡെർവിൻ്റെ ഒരു IVR, നമുക്ക് കാശ്മീരൊക്കെ പോകുമ്പോഴേക്കും നല്ല UV റേസും ഹൈ ഹീറ്റും ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു IVR മേടിച്ചിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ടൈപ്പാണ്. പിന്നെ ഒരു ബൈസൺ എന്ന ബ്രാൻഡിൻ്റെയാണ് ഒരു റെയിൻ ജാക്കറ്റ്. പെട്ടെന്ന് ഈ കളർ കാണുമ്പോൾ റൈനോക്സ് എന്ന് വിചാരിക്കും. ബൈസൺ ആണ് സാധനം. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ റെയിനിൽ യൂസ് ചെയ്തു. നമ്മൾ പുതിയ സാധനം വാങ്ങിച്ച് ഒന്നും അറിയാത്ത നമുക്കൊരു റൈഡിനോട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് ഒരു ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾമോസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു 600 കിലോമീറ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് അതെയും ചെയ്തു, ഓക്കെയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് വാങ്ങിച്ച ഹെൽമെറ്റ് വാങ്ങിച്ചതിന് ശേഷം വാങ്ങിച്ച ഗിയറാണ് SBIയുടെ ലെവൽ 2 ജാക്കറ്റ്. അപ്പോൾ ഇതും ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും കാശ്മീർ യാത്രയും ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ വേറെ അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനി റൈഡിങ് ബൂട്ടാണ്. ബൂട്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. കാരണം 100% വാട്ടർ പ്രൂഫൊക്കെ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. ലോ ബഡ്ജറ്റിൽ പിടിക്കുന്ന ട്രിപ്പ് ആയതുകൊണ്ട് ഇത് ഈഗോ ഇറ്റലിയുടെ വാട്ടർ റെസിസ്റ്റൻ്റ് ബൂട്ടാണ്. ഞാനിത് നല്ല മഴയത്ത് ഡയറക്റ്റ് ഇട്ട് ഓടിച്ചു നോക്കിയപ്പോൾ ഒരു ആവറേജ് ഒരു 15 മിനിറ്റോളം ഇത് വെള്ളം അകത്ത് കയറാതെ പിടിച്ചു കയർത്തി. അതിനുശേഷം വെള്ളം കയറി. അതിനുശേഷം ആണ് ഞാൻ മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ കവറിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഒരു കുഴപ്പമില്ല. ചെറിയ മഴ, ഒരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേ കവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ബൂട്ടിട്ട് തന്നെ ഓടിക്കാം. പിടിച്ച് നിൽക്കുന്നുണ്ട്, അത്രയും ഇത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു സംഭവമാണ് കാർബണോളയുടെ ടൈ ബാഗ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ്, ട്രിപ്പ് പോകുമ്പോൾ എനർജി ബാർസ്, പവർ ബാങ്ക്, വാലറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം. കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. നല്ല പ്രൊട്ടക്റ്റഡ് കേസിങ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത് നമുക്ക് ID കാർഡ്സ്, ക്യാഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം. നമ്മളെ കീ തൂക്കിയിടാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. സിബൊക്കെ വാട്ടർ പ്രൂഫ് സിബുകൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യാം. ഇത് ഇട്ട് റൈഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തതാണ്. പിന്നെ ഒരു ഹൈഡ്രേഷൻ ബാഗ്. നമുക്ക് വാട്ടർ നല്ല രീതിയിൽ സപ്ലൈ കൊടുക്കേണ്ടി വരും. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രാവൽ ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ മസ്റ്റാണ്. അങ്ങനെ ലോ ബഡ്ജറ്റിൽ തന്നെ വലിയ എമൗണ്ടൊന്നും ഇല്ലാത്ത രീതിയിലൊരു ഹൈഡ്രേഷൻ ബാഗ്. ഇതും ഞാൻ ട്രിപ്പ് യൂസ് ചെയ്ത് നോക്കി, കംഫർട്ടബിളാണ്, ഓക്കെയാണ്. നമുക്ക് 3 ലിറ്റേഴ്സിൻ്റെ ബ്ലാഡറാണ് ഇതിന് വരുന്നത്. സാധനം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നീ പാഡ്സ്, നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കണം. അപ്പോൾ കാലിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് 2 നീ പാഡ്സാണ്. ഇത് ഇപ്പോൾ വാങ്ങിച്ചതല്ലെങ്കിലും മുമ്പേ ഉള്ളതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രാഷ് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും എൻ്റെ ലെഗിന് നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് ഓക്കെയാണ്. അപ്പോൾ
ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്സ്. വേറെ ഇനി എടുത്ത് പറയത്തക്ക പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസും കാര്യങ്ങളൊന്നും ഷോറൂമും കാര്യങ്ങളൊന്നും അല്ല, അതെല്ലാം ഓൺ വർക്കാണ്, സ്വന്തം ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ടൂൾസ്, മെഡിക്കിറ്റ്, ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം സെറ്റപ്പായിട്ടാണ് പോകുന്നത്. പിന്നെ യാത്ര എത്രത്തോളം വിജയകരമാകുമെന്നും എന്തൊക്കെ ആണ് വഴിയിലിനി കാണാൻ പോകുന്നതൊന്നും ഒരു ഇതുമില്ല. അപ്പോൾ കൂടുതൽ ഞാൻ പോകുന്ന യാത്രയിൽ ഇനി കാണുന്ന വീഡിയോസ് ഇത് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണാനും കണ്ട് സപ്പോർട്ട് ചെയ്യാനും എല്ലാം ചേർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും ബാക്കി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു.